നമസ്കാരം. പ്രധാന വാർത്തകൾ. മുതലമടയിൽ ആദിവാസി യുവാവിനെ പട്ടിണിക്കിട്ട് മർദ്ദിച്ച സംഭവം. റിസോർട്ട് ഉടമയായ ഒന്നാം പ്രതി കീഴടങ്ങി. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ റിസോർട്ട് ഉടമയായ ഇയാളെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. അനുവാദമില്ലാതെ മദ്യം കഴിച്ചു എന്നാരോപിച്ചായിരുന്നു മർദ്ദനം. ഫാം സ്റ്റേയുടെ പരിസരത്തു നിന്നും തേങ്ങ പറക്കുന്നതിനിടെ അവിടെ കണ്ട മദ്യക്കുപ്പിയിൽ നിന്നും വെള്ളയ്യൻ മദ്യമെടുത്ത് കഴിച്ചതിനാണ് ക്രൂരമായ ശിക്ഷ നൽകിയത്. ഫാം സ്റ്റേയിലെ ജീവനക്കാരൻ ഇത് ചോദ്യം ചെയ്യുകയും തുടർന്ന് വെള്ളയ്യനെ മർദ്ദിച്ച് മുറിയിൽ പൂട്ടിയിടുകയുമായിരുന്നു. 6 ദിവസത്തോളമാണ് വെള്ളയ്യനെ മുറിയിൽ അടച്ചിട്ടതെന്നും ഈ ദിവസങ്ങളിൽ ഭക്ഷണമോ വെള്ളമോ നൽകാതെ ക്രൂരമായി പീഡിപ്പിച്ചു എന്നുമാണ് പരാതി. മൂത്രമൊഴിക്കാൻ പോലും അനുവദിക്കാതെയാണ് പൂട്ടിയത്. പട്ടിണി കാരണം അവശനായ യുവാവിനെ പിന്നീട് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുതലമട പഞ്ചായത്ത് മെമ്പർ കൽപ്പനാദേവിയുടെ നേതൃത്വത്തിൽ നാട്ടുകാരും പോലീസും വാതിൽ തകർത്ത് അകത്തു കയറിയാണ് ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത്. ഒളിവിൽ പോയ പ്രതി പ്രഭു ഇപ്പോൾ പോലീസിൽ കീഴടങ്ങിയിരിക്കുകയാണ്. ആലപ്പുഴയിൽ ബേക്കറി ഉടമയും സുഹൃത്തും പിടിയിൽ. കുട്ടനാട്ടിൽ 20 ലിറ്റർ ചാരായവുമായി ബേക്കറി ഉടമയും സുഹൃത്തും പിടിയിൽ. മങ്കൊമ്പ് ജംഗ്ഷനിലെ പൊന്നൂസ് ബേക്കറി ഉടമ ചമ്പക്കുളം തെക്കേക്കര മുറിയിൽ മംഗലത്ത് വീട്ടിൽ അനിൽകുമാർ, സുഹൃത്ത് നെടുമുടി മണപ്പുറം മുറിയിൽ മാങ്ങയിൽ വീട്ടിൽ സുമൻകുമാർ എന്നിവരെയാണ് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഇരുവരെയും നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. തിരുവനന്തപുരം SIT ആശുപത്രിക്കെതിരെ ചികിത്സാ പിഴവ് ആരോപണം. പ്രസവത്തിന് എത്തിയ യുവതി അണുബാധ മൂലം മരിച്ചതിനെ തുടർന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത്. ഇൻഫെക്ഷൻ ഉണ്ടായത് ആശുപത്രിയിൽ നിന്നെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. കരിക്കം സ്വദേശിയായ ശിവപ്രിയയാണ് മരിച്ചത്. 22-നായിരുന്നു ശിവപ്രിയയുടെ പ്രസവം. 25-ന് ആശുപത്രി വിട്ടു. 26-ന് പനിയുണ്ടായതോടെ ആശുപത്രിയിലേക്ക് തിരികെ എത്തിച്ചു. നില വഷളായതിനാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ബ്ലഡ് കൾച്ചറിൽ ഇൻഫെക്ഷൻ എന്ന് കണ്ടെത്തി. വെന്റിലേറ്ററിൽ ചികിത്സയിലിരിക്കെ അല്പസമയം മുമ്പാണ് ശിവപ്രിയയുടെ മരണം സംഭവിച്ചത്. എന്നാൽ ആരോപണം പാടെ നിഷേധിക്കുകയാണ് ആശുപത്രി അധികൃതർ. മൃതദേഹം ഏറ്റെടുക്കില്ലെന്നും ബന്ധുക്കൾ അറിയിച്ചു. വിദ്യാർത്ഥിനി ഹോസ്റ്റലിൽ തൂങ്ങി മരിച്ചു. ദുരൂഹത ആരോപിച്ച കുടുംബം. നെല്ലിക്കുഴി ഇന്ദിരാഗാന്ധി കോളേജിലെ 1ാം BBA വിദ്യാർത്ഥി നന്ദനഹരിയാണ് മരിച്ചത്. 19 വയസ്സായിരുന്നു. ഹോസ്റ്റലിൽ തൂങ്ങി മരിച്ച നിലയിലാണ് വിദ്യാർത്ഥിയെ കണ്ടത്. മാങ്കുളം മുനിപ്പാറ സ്വദേശിനിയാണ് നന്ദനഹരി. ഇന്ന് രാവിലെയായിരുന്നു യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മുറിക്കുള്ളിലെ ഫാനിൽ തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം. കോതമംഗലം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. അതേസമയം മരണത്തിൽ ദുരൂഹതയെന്ന് മരിച്ച നന്ദനയുടെ കുടുംബം ആരോപിച്ചു. ഫീസ് അടയ്ക്കാൻ 3500 രൂപ അയച്ചു നൽകിയിരുന്നു. മകൾ അവസാനം വിളിച്ചത് വെള്ളിയാഴ്ച രാത്രിയാണെന്നും കുടുംബം പറയുന്നു. വിശദമായ അന്വേഷണം വേണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. പട്ടാപ്പകൽ വീട്ടിൽ കയറി വയോധികയുടെ വള മോഷ്ടിച്ചു. സംഭവം കോട്ടയം കുറിച്ചിയിൽ. വള മുറിച്ചെടുക്കാനുള്ള ശ്രമത്തിനിടെ വയോധികയുടെ കൈ മുറിഞ്ഞു. പരിക്കേറ്റതിനെ തുടർന്ന് സ്വാമിക്കവല സ്വദേശി അന്നമ്മയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീട്ടുകാർ പള്ളിയിൽ പോയ സമയത്തായിരുന്നു മോഷ്ടാവ് വീട്ടിൽ അതിക്രമിച്ചു കയറി മോഷണം നടത്തിയത്. മോഷ്ടാവിനെ പിടികൂടാനായി ചിങ്ങവലം പോലീസ് അന്വേഷണം തുടങ്ങി.